സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ കോമിക് പാഡേസ്. അങ്ങനെ ഗൈസ്, നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള അടുത്ത ആനിമേറ്റഡ് സീരീസ് ആയിട്ടുള്ള വാട്ട് ഇഫ് സീസൺ 2 ഫൈനലി റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ബിസി ആയതുകൊണ്ടാണ് ഇതിനായിട്ട് അതിൻ്റെ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഈ ഒരു വാട്ട് ഇഫ് സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അഥവാ ഒരു ബ്രേക്ക് ഡൗൺ തന്നെയാണ്. അപ്പോൾ വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇഫ് നമ്മുടെ നെബുള ജോയിൻഡ് ദ നോവ കോപ്സ് എന്ന് തന്നെയാണ് ആ ഒരു എപ്പിസോഡ് 1ൻ്റെ പേര്. അപ്പോൾ ഈ ഇവൻറ്റിൻ്റെ അകത്ത് ഈ ഒരു കാര്യം നടക്കുന്ന ഈ സ്റ്റോറിക്കകത്ത് നമുക്ക് മെയിനായിട്ട് നമ്മുടെ നെബുളയുടെ സ്റ്റോറിയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെബുളയുടെ ഈ സ്റ്റോറി നടക്കുന്നത് ആ 2014 ഫസ്റ്റ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി മൂവി നടന്നിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി മൂവി കണ്ടപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് അല്ലെങ്കിൽ പലർക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് റോണൻ ദി അക്യൂസർ എന്ന് പറയുന്ന ക്യാരക്ടർ താനോസിനെ ചതിക്കും എന്നുള്ളൊരു കാര്യം. പക്ഷേ അതേസമയം ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 1 നമുക്കത് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അതേസമയം ഈ ഒരു യൂണിവേഴ്സിൻ്റെ അകത്ത് ഈ നെബുളയുടെ ആ ഒരു സ്റ്റോറി ലൈനിൻ്റെ അകത്ത് അഥവാ 2014 ആ ഒരു ടൈം ലൈനിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ആ ഒരു കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോണൻ ദി അക്യൂസർ ആണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ താനോസിനെതിരെ തിരിഞ്ഞിട്ട് താനോസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നെബുളയാണെങ്കിൽ നോവ കോപ്സിലെ ആൾക്കാർ വന്ന് ആ ഒരു സ്പേസിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നെബുളയാണെങ്കിൽ നോവ കോപ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൻ്റെ അകത്താണെങ്കിൽ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ ടീം ഒരിക്കലും ഫോം ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗമോറേനെയൊക്കെ റോണൻ ദി അക്യൂസർ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു സ്റ്റോറി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സിൽ ഡ്രാക്സ് ഇല്ല, അതുപോലെ തന്നെ പീറ്റർ കില്ല് സ്റ്റാർ ലോഡ് ഇല്ല, പിന്നെ നമ്മുടെ റോക്കറ്റ് റെക്കൂൺ ഇല്ല. അതിൻ്റെ പകരമായിട്ട് നമുക്ക് നമ്മുടെ ഗ്രൂട്ടിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ബാറിൽ ഇതേപോലെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോവർഡ് ദ ഡക്ക് എന്ന് പറയുന്ന ആ ഒരു ഡക്കിൻ്റെ ക്യാരക്ടറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എന്ന് പറയുന്ന ആ ഒരു ടീമാണെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിൽ ഫോം ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ട് മറ്റൊരു കാര്യമാണ്, അതായത് നമ്മുടെ റോണൻ ദി അക്യൂസർ എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിൽ ആ സെൻഡാർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ മൊത്തത്തിൽ തന്നെ ആക്രമിച്ച് നശിപ്പിക്കാനായിട്ടാണ് നോക്കുന്നത്. അതേസമയം ആ നോവ കോപ്സിൻ്റെ ആ ഒരു ലീഡറായിട്ടുള്ള അവരാണെങ്കിലും ആ ഒരു നോവ കോപ്സിൻ്റെ ലീഡറായിട്ടുള്ള അവരാണെങ്കിൽ ആ ഒരു സാൻഡാർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം മൊത്തത്തിൽ ഒരു ഷീൽഡ് കൊണ്ട് കവർ ചെയ്തേക്കാണ് നമ്മുടെ റോണൻ ദി അക്യൂസറിൻ്റെ കയ്യിൽ നിന്നുള്ള അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 5 വർഷം കഴിയുകയാണ്. ആ ഒരു 5 വർഷം എടുത്തിട്ട് പോലും നമ്മുടെ റോണനാണെങ്കിൽ ആ ഒരു ഷീൽഡ് ബ്രേക്ക് ചെയ്ത് ആ ഒരു സ്ഥലത്തേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ന്യൂസ് അറിയുന്നത് ഇവർ, അതായത് നമ്മൾ നെബുളയൊക്കെ അറിയുന്നത്, അതായത് നമ്മുടെ യോണ്ടോനെ ആണെങ്കിൽ ആരോ കൊന്നു എന്നുള്ള ഒരു കാര്യം. അപ്പോൾ നെബുളയാണെങ്കിൽ യോണ്ടോൻ്റെ ആ ഒരു ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അതിന് ശേഷം നെബുളയാണെങ്കിൽ നമ്മുടെ യോണ്ടോൻ്റെ ആ ഒരു ആരോ ഒക്കെ എടുത്ത് നോക്കിയാണ് നമ്മുടെ യോണ്ടോനെ ആരാണ് കൊന്നത് എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ നെബുളയ്ക്കാണെങ്കിൽ വലിയ ക്ലൂവോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതേസമയം നമ്മുടെ നെബുളയാണെങ്കിൽ യോണ്ടോൻ്റെ ആരോ എടുത്തുകൊണ്ട് ഹൗവർഡ് ദി സ്റ്റാർക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇതിൽ നിന്നും വല്ല ക്ലൂവോ കാര്യങ്ങളോ കിട്ടുമെന്ന്, അഥവാ ആ ഒരു ആരോനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹൗവർഡ് ദി ഡക്കിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ കോർഗും ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ കോർഗാണെങ്കിൽ അവിടെ നെബുളയുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു ആരോയ്ക്ക് അകത്ത് തന്നെ അതിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ കോർഗ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നെബുളയാണെങ്കിൽ യോങ് റോഗ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ മിക്കുള്ള ആൾക്കാർക്കും ആദ്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ ഫസ്റ്റ് മൂവി ആയിട്ടുള്ള 2019 ഇറങ്ങിയിട്ടുള്ള ക്യാപ്റ്റൻ മാർവൽ എന്ന് പറയുന്ന ആ ഒരു മൂവിക്കകത്തെ വൺ ഓഫ് ദി വില്ലനായിട്ട്, അഥവാ ഒരു മെയിൻ വില്ലനായിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നെബുളയാണെങ്കിൽ യോങ് റോഗിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഡേറ്റാ കോഡ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഈ ആ ഒരു ഡേറ്റാ കോഡ്സ് കാര്യങ്ങൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് എനിക്ക് നിൻ്റെ സഹായം വേണം. അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിനൊക്കെ പിന്നിൽ ആരാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ആണെങ്കിൽ ആ കോഡും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെബുളയാണെങ്കിൽ ഒരു സൈബോർഗ് ആയതുകൊണ്ട് തന്നെ നെബുളയാണെങ്കിൽ ആ ഒരു ഡേറ്റ കോഡും കാര്യങ്ങളും നെബുളയിലെ ആ ഒരു ഹെഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം തന്നെ യോങ് റോഗ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ വന്നിട്ട് ഒരു ഹാർഡ് ഡ്രൈവ് പോലത്തെ ഒരു ഡ്രൈവ് ആണെങ്കിൽ നമ്മുടെ നെബുളയുടെ തലയിലോട്ട് ഇങ്ങനെ കുത്തിയിട്ട് ആ ഡേറ്റ മൊത്തം ആ ഒരു ഹാർഡ് ഡിസ്കിൽ അഥവാ ആ ഒരു പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്തെടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ യോങ് റോഗ് എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിൽ ക്യാപ്റ്റൻ മാർവലിൽ ചെയ്ത പോലെ ഒരു ചെറ്റത്തരം തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം യോങ് റോഗ് എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിൽ നെബുള അവിടെ തന്നെ മരിക്കാൻ വേണ്ടി വിട്ടിട്ട് അയാൾ പോവുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ആ ഒരു നോവ കോപ്സിലുള്ള ആ നോവ പ്രൈമും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും യോങ് റോഗ് അങ്ങനത്തെ എല്ലാ ആൾക്കാരും തന്നെ നമ്മുടെ റോണൻ ദി അക്യൂസറുമായിട്ട് ചേർന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നോവ പ്രൈം ആണെങ്കിൽ ആ ഒരു നെബുളനെ മൊത്തത്തിൽ അടിച്ച് തീർക്കാനായിട്ട് പറയുകയാണ്. ആ ഒരു സമയം നമ്മൾ നെബുള പറയുകയാണെങ്കിൽ ഞാൻ ഈ നോവ കോപ്സിൻ്റെ ആ ഒരു വാഗ്ദാനം ഞാനും എടുത്തിട്ടുള്ളതാണ്, ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും തടയാനായിട്ട് വരും എന്നൊക്കെ പറയുകയാണ്.
അപ്പോൾ അവിടെ നിന്ന് നെബുളയാണെങ്കിൽ നല്ല രീതിക്ക് അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുകയാണ് എല്ലാവരും കൂടെ ചേർന്ന്. പക്ഷേ അവിടെ നിന്ന് എങ്ങനെയാണ്ട് നമ്മുടെ നെബുള രക്ഷപ്പെട്ട് ഹൗവർഡ് ദ ഡെക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂട്ടും ഒക്കെ ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അതിനുശേഷം നമുക്ക് അവിടെ ഒരു ടീം അസംബിൾ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ അകത്തുള്ളത് നമ്മുടെ കോർഗുണ്ട്, മീക്കുണ്ട്, അതുപോലെ തന്നെ ഹൗവർഡ് ദ ഡെക്കുണ്ട്, പിന്നെ നമ്മുടെ ഗ്രൂട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നെബുളയുണ്ട്. ഈ 5 പേരുമായിട്ടുള്ള ഒരു ടീം അവിടെ ഫോം ആവുകയാണ്. അതുപോലെ തന്നെ അവിടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രൂട്ടാണെങ്കിൽ ആ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി 3 മൂവിക്കകത്ത് ആ ഒരു ക്ലൈമാക്സിൻ്റെ ഫൈറ്റ് സീനിൽ ഉപയോഗിക്കുന്ന ആ ഒരു സെയിം ഫൈറ്റിംഗ് മൂവ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഫസ്റ്റ് മൂവിക്കകത്താണ് ഗ്രൂട്ട് ആ ഒരു മൂവ് ചെയ്തിട്ടുള്ളത്, 3-ക്കകത്തല്ല. അതുപോലെ തന്നെ യോണ്ടുവിൻ്റെ മരണത്തിന് ശേഷം യോണ്ടുവിൻ്റെ ആരോ എന്നിട്ട് നമ്മുടെ നെബുളയാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. ആരോ യോണ്ടുവിൻ്റെ തന്നെ ഏകദേശം ഒരു ഡ്രസ്സ് സെൻസും അതുപോലെ തന്നെ ആ ഒരു തലയിൽ വെക്കുന്ന സംഭവമൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പം നമ്മുടെ നെബുള വരുന്നത്. അതിനുശേഷം അവരുടെ ആ ഒരു ടീമാണെങ്കിൽ എല്ലാ ഒരു പടയാളികളെ എല്ലാവരും തന്നെ നശിപ്പിച്ച് കൊന്നു കളയുകയാണ്. അതിനുശേഷം നോവ പ്രൈമിൻ്റെ അടുത്തേക്ക് നമ്മുടെ നെബുള പോവുകയാണ്. അപ്പോൾ നമ്മുടെ നോവ പ്രൈം ആണെങ്കിൽ നെബുള അടുത്ത് പറയുകയാണ്, ശരി നിൻ്റെ പ്ലാനൊക്കെ ആണെങ്കിൽ അല്ല നീ എല്ലാവരും നിനക്ക് എല്ലാവരും കൊല്ലാനായിട്ട് സാധിച്ചു, പക്ഷേ നിൻ്റെ പ്ലാൻ ഇതുവരെയായിട്ടും വർക്കൗട്ട് ആയിട്ടില്ല. കാരണം ആ ഒരു ഡേറ്റ കോഡ്സും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ റോണന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷീൽഡും കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇനി തുറക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ നോവ പ്രൈം അവിടെ പറയുന്നത്. അപ്പോൾ അതേസമയം നമ്മുടെ നെബുള പറയുകയാണ്, നീ ആ യോണ്ട് മരിച്ചതിൻ്റെ കേസ് എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കോഡ്സ് അപ്പോൾ അതിൻ്റെ തലയിലേക്ക് എടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലായിട്ടുള്ള കാര്യം നമ്മുടെ നെബുള അവിടെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ റോണൻ്റെ ആ ഒരു സ്പേസ്ഷിപ്പോട് കൂടി ആ ഒരു ഷീൽഡ് അടയുമ്പോൾ പൊട്ടിത്തെറിച്ച് ഇല്ലാതായി പോകുന്നത് പോലെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു നോവ കോപ്സിൻ്റെ ആ ഒരു ആൾക്കാർ സോൾജേഴ്സ് എല്ലാവരും തന്നെ മരിച്ചു പോകുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ലാസ്റ്റിലാണെങ്കിൽ നമ്മുടെ നോവ പ്രൈം ആണെങ്കിൽ താഴെ വീണ് ഈ മേളിൽ നിന്ന് നല്ല ഉയരത്തിൽ നിന്ന് താഴോട്ട് വീണ് മരിക്കുന്ന ആ ഒരു തൂങ്ങി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നോവ പ്രൈം നെബുള എടുത്ത് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് എന്നെ ജോയിൻ ചെയ്തില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതേസമയം നമ്മൾ നെബുള പറയുകയാണ്, ഞാൻ ഇതേപോലെ ആ ഒരു നോവ കോപ്സിൻ്റെ ആ ഒരു അഥവാ നോവ പ്രൈമിൻ്റെ ആ ഒരു ഇതൊക്കെ എടുത്തിട്ടുള്ളതാണ്, അതായത് സ്വെയർ ചെയ്തിട്ടുള്ളതാണ്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ആ ഒരു നോവ പ്രൈം ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് താഴെ വീണ് മരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി ആണെങ്കിൽ ഈ ഒരു എപ്പിസോഡിനകത്ത് നമുക്ക് നോവ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ പ്രതീക്ഷിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഫസ്റ്റ് മൂവി ആയാലും ഈ ഒരു എപ്പിസോഡ് ആയാലും അതിൻ്റെ അതിൽ നമ്മൾ സാൻഡാറിലൊരു അറ്റാക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ സാൻഡാർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ നമ്മുടെ നോവ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാട്ട് ഇഫിൻ്റെ സീസൺ 2-ൻ്റെ അകത്ത് എപ്പിസോഡ് 1-ൻ്റെ അകത്ത് ഈ ഒരു എപ്പിസോഡിൻ്റെ അകത്ത്, അതായത് നമ്മുടെ വാട്ട് ഇഫ് നെബുള ജോയിൻ ദ നോവ കോപ്സ് എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡിൻ്റെ അകത്ത് ഞാൻ ചിലപ്പോൾ നോവ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ക്യാമിയോ അപ്പിയറൻസ് എങ്കിലും ഞാനൊന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെ അകത്ത് പോസ്റ്റ് ക്രെഡിറ്റ് സീന് ഒന്നും തന്നെ നമുക്കില്ലായിരുന്നു. ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൻ്റെ അകത്ത് ഒന്നിലും നമ്മുടെ നോവയിലെ ഒന്നിനും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അല്ലാതെ പോസ്റ്റ് ക്രെഡിറ്റ് സീനേ ഇല്ലായിരുന്നു. അപ്പം നോവയുടെ ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരുന്നേനെ എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമുക്ക് എപ്പിസോഡ് 1-ലൂടെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെയാണ് ഇത്ര ലേറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഇപ്പോൾ വാട്ട് ഇഫിൻ്റെ സീസൺ 2-ൻ്റെ എപ്പിസോഡ് 2-ഉം 3-ൻ്റെ ബ്രേക്ക് ഡൗൺ കൂടി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.